ഹായ് മച്ചാമാരെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ സ്റ്റെപ്പ് ലൈറ്റ് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പലരും നമ്മളോട് വീഡിയോയിലൊക്കെ കമൻ്റായിട്ടും അല്ലെങ്കിൽ കോളായിട്ടൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. മച്ചാമാരെ, ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഡ്രൈവ് വെക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചാനൽ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ കൺട്രോളിങ് എങ്ങനെയെന്നുള്ള എല്ലാ കാര്യങ്ങളും, സെൻസറി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് നമ്മളോട് മെസ്സേജായിട്ടും അല്ലെങ്കിൽ എന്താ ചെയ്യുക കോളായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഡ്രൈവ് വെച്ചത് മുതൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ മച്ചാമാരെ, ഇവിടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡ്രൈവ് കൊണ്ടുപോയി സെറ്റാക്കിയത്. ഈ ഡ്രൈവ് വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇന്ന്, അതേപോലെ തന്നെ സെൻസറിൽ നിന്നുള്ള ഇന്ന്, അതേപോലെ തന്നെ സെൻസർക്കുള്ള ഔട്ട്, അതേപോലെ തന്നെ പിന്നെ ഓരോ സ്റ്റെപ്പിൽ 2 വയർ വെച്ച് ഇവിടേക്ക് എത്തണം. അതേപോലെ തന്നെ ഓരോ സെൻസറിന് 3 വയർ വെച്ചിട്ട് ഇങ്ങോട്ട് എത്തണം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 20 വയറും പിന്നെ 2 സെൻസറിൻ്റെ കണക്ഷനായ 6 വയറും കൂടെ കൂടുതലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പറയുന്ന കാര്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ സെൻസർ എന്ന് പറയുന്നത് ആ ഫസ്റ്റിൽ കാണുന്ന, നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയാണ് സെറ്റാക്കുക. അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മളിവിടെ സെറ്റാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സംഭവമാണ് ഒരു സെൻസർ, ആ കുഞ്ഞ് സംഭവമാണ് കേട്ടോ. അത് കാല് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഒന്ന് കണ്ട ആ സ്പോട്ടിൽ എന്ത് ചെയ്യും, ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ലൈറ്റ് സെറ്റാവും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ചാനൽ ഇത് കൺസീൽ ടൈപ്പ് അല്ല, ഓപ്പൺ ടൈപ്പാണ് കേട്ടോ. അത് ഇതിൻ്റെ ആ ചിറക് പോലത്തെ സംഭവം പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ചാനൽ ഇവിടെ യൂസ് ആക്കിയത്. അപ്പോൾ മച്ചാമാരെ, പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ 2 ടൈപ്പിൽ ചാനൽ ഇതിൽ കിട്ടും. അതായത് ഓപ്പൺ ടൈപ്പും കൺസീൽ ടൈപ്പും. ഇവിടെ ഇത് ചെയ്തത് ഓപ്പൺ ടൈപ്പാണ്, 8mm കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ 8mm ആകുമ്പോൾ ജസ്റ്റ് നമ്മളെ വിരൽ കറക്റ്റ് ആയിരിക്കും കൊള്ളുക. അതേപോലെ തന്നെ അതിന് 8mm തന്നെ അല്ലെങ്കിൽ 6mm ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊഫൈൽ സ്ട്രിപ്പ് കിട്ടും. ഇതിൽ 120 ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്, സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ 220 ഉണ്ട്, 240 ഉണ്ട്. പക്ഷേ കൂടുതൽ എന്താ 120 ആണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുക. കാരണം ഇതിൽ പിന്നെ LED ആ ഡോട്ടൊന്നും കാണാതിരിക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് ഫ്ലോറിലൂടെ അല്ലേ അടിക്കുക. അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സംഭവത്തിലുള്ളത്. ഇതെന്താ ചെയ്യുന്നത്, നമ്മൾ എവിടുന്നാണ് കയറിയത് ആ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ഓഫായി ബാക്കിലോട്ട് നമ്മളെ കൂടെ അങ്ങനെ കയറി വരും കേട്ടോ. അതേപോലെ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത് അവിടെയൊക്കെ തിരിച്ചിറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് കൺട്രോളിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്കിപ്പം കളറിൽ ഒത്തിരി തരാം. ഇവിടെ വൈറ്റാണ് ഇവർ ചൂസ് ആക്കിയത്. അപ്പോൾ ഇതിൽ വാം ഉണ്ട്, ന്യൂട്രൽ വൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് വൈറ്റാണ് ഇവിടെ ചൂസ് ആക്കിയത്. ക്ലയൻറ്റിൻ്റെ താല്പര്യമായിരിക്കും 100% അങ്ങനെ വരാൻ ചാൻസ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്യുക. അതായത് കട്ടിങ്ങിൻ്റെ സമയത്ത്, അതേപോലെ തന്നെ ടൈലിൻ്റെ സമയത്ത്, ലാസ്റ്റ് ഫൈനലായിട്ട് ഫിക്സിങ്, അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, പറഞ്ഞു വരുമ്പം ഇതിൻ്റെ ഏകദേശം ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും എന്ത് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.